പ്രിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ നിങ്ങളെ എവരെയും വീണ്ടും വരുമെന്ന് അറിയിച്ചത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യും. ഇന്നത്തെ ധ്യാന വിഷയം എന്നത് അമ്മ. നാം ഓരോരുത്തരും കഴിഞ്ഞ 15 ദിവസങ്ങൾ വിശുദ്ധ ദേവമാതാവിൻ്റെ ചൂനോയോ നോയമ്പ് യാവാങ്ങിപ്പിൻ്റെ നോയമ്പ് അനുഷ്ഠിച്ച് അനുഗ്രഹം പ്രാപിച്ചിട്ട് ഇരിക്കുകയാണ്. ആ വിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അനുഗ്രഹം പ്രാപിക്കാത്തവർ ഈ ലോകത്തിൽ ആരും തന്നെ കാണുകയില്ല. അവളിൽ അഭയം പ്രാപിക്കുകയും അവളുടെ പുത്രനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ആ അനുഗ്രഹം പ്രാപിക്കും. അങ്ങനെ പ്രാപിച്ചവർ അനേകരുണ്ട്. അവരുടെ സാക്ഷ്യങ്ങളും പലരുടെയും നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു വ്രതകാലം ആണ് നമ്മൾ കഴിച്ചു കൂട്ടിയത്. പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട നോമ്പായിരുന്നു അത്. ഓഗസ്റ്റ് മാസം 2 അമ്മമാരെയാണ് ഓർക്കുന്നത്. ഒന്ന് ദേവമാതാവിനെയും മറ്റൊന്ന് ഭാരതമാതാവിനെയും. അമ്മയുടെ ഇടപെടൽ നമ്മുടെ ജീവിതം സാന്ദ്രതയുള്ളതാക്കട്ടെ. ഭൂമിയെയും മാതാവ് എന്ന നമ്മൾ വിളിക്കുമ്പോൾ സഹനം മാത്രമാണ് എന്ന് പറഞ്ഞാൽ പോരാ. കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള ഒരുവൻ്റെ ശേഷിയിലെല്ലാം ഒരു മാതൃത്വം ലയിച്ച് ചേർന്നിട്ടുണ്ട്. ഒരു കൊച്ചുകുട്ടിയുടെ കുസൃതികളെയും കുറുമ്പുകളെയും ഉൾക്കൊണ്ട് അവർക്കൊപ്പം ആയിരിക്കാനുള്ള ആ മനസ്സിൻ്റെ പേരാണ് അമ്മ. ശരിക്കും ഒരു സ്പോഞ്ച് കണക്കെയുള്ള വാക്കാണ് അമ്മ എന്നത്. എന്താണത് അങ്ങനെ? സ്പോഞ്ച് വെള്ളത്തിൽ വീണാൽ വെള്ളം വലിച്ചെടുക്കും. ജലാംശം നഷ്ടപ്പെട്ടാൽ ഗുണവും. ചുരുക്കി പറഞ്ഞാൽ സമൃദ്ധിയോടും ഇല്ലായ്മയോടും എല്ലാം പൊരുത്തപ്പെടുവാനും സാഹചര്യങ്ങളെ ഉൾക്കൊള്ളുവാനുമുള്ള ആ മനസ്സിനെ ആണ് അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ ഒരു പദം ഒഴിവാക്കി ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒക്കുമോ എന്നൊരു സംശയമുണ്ട്. അത്രമേൽ നമ്മൾ ജീവിത സാഹചര്യങ്ങളോട് തുന്നിച്ചേർത്തിരിക്കുന്ന ഒരു നാമമാണ് അമ്മ. ഒരുവൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 2 വാക്കുകളാണ് എൻ്റെ ദൈവമേ, മറ്റൊന്ന് എൻ്റെ അമ്മേ. അതിപ്പോൾ സന്തോഷത്തിലും സങ്കടത്തിലും സന്ദേഹത്തിലും എല്ലാം എൻ്റെ അമ്മേ എന്നാവും കൂടുതൽ പേരും നാവിൽ കൊണ്ടുവരുന്നത്, ഉരുവിടുന്നത് എന്ന് നമുക്ക് അറിയാം. പാവവും ഈണവും വ്യത്യാസമുണ്ടെങ്കിലും അമ്മേ എന്നാകും വിളിക്കുക. നമ്മുടെ ജീവിതത്തിൽ ലയിച്ചു ചേർന്ന ആ വാക്കിനെ അത്ര പെട്ടെന്നൊന്നും പറിച്ചെടുത്ത് കളയുവാൻ സാധിക്കില്ല എന്നാണ് അതിനർത്ഥം. ശവനമസ്കാര ക്രമത്തിൽ അമ്മമാരെ കുറിച്ച് പാടുന്ന വരിയുണ്ട്. അത് പാടുമ്പോൾ എത്ര മേൽ കടപ്പെട്ടിരിക്കണം അമ്മമാരോടൊക്കെ എന്ന് ചിന്തിക്കണം. വീടതിൽ ഇളവിടാതെ ഓടി നടന്നവൾ എന്നൊരു വിശേഷമാണ് അത്. നോക്കൂ, എത്ര ജോലി കഴിഞ്ഞ് ആവശ്യമായി കിടന്നാലും വീട്ടിലൊരു അതിഥി വന്നാൽ തൻ്റെ അസ്വസ്ഥതകൾ അവരോട് കാണിക്കാതെ ചിരിയുടെ മുഖഭാവവുമായി അവരെ സ്വീകരിക്കുന്നു, സൽക്കരിക്കുന്നു. നമ്മുടെ അസ്വസ്ഥതകൾ മറ്റുള്ളവൻ്റെ സ്വസ്ഥത കെടുത്തരുത് എന്ന ചിന്തയുള്ളവരൊക്കെ അമ്മ മനസ്സുള്ളവരാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. മക്കാബിയ മാതാവും 7 മക്കളും കൊല്ലപ്പെടുന്നതിൻ്റെ വായനയുണ്ട് മക്കാബിയരുടെ പുസ്തകത്തിൽ. അതായത് മർത്തസ്മിനിയും 7 മക്കളും എന്ന് പറയുന്ന ആ കഥ. ഒരമ്മയുടെ മുമ്പിൽ വെച്ച് അവരുടെ മക്കളെ ഇല്ലായ്മ ചെയ്യുന്ന ഹൃദയം നിർത്തുന്ന കാഴ്ചയാണ് വിവരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ ഈ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഭാരതമാതാവിൻ്റെ മക്കളെ അവളുടെ മുമ്പിലിട്ട് വെടിവെച്ച സംഭവം ഇതിനോട് സമമല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സർവം സഖയായ ഭൂമിമാതാവ് ദേവമാതാവിൻ്റെ ഒരു നിഴൽ വീഴുന്നുണ്ട്. ഈ ഹരയുടെ ആത്മാവും എല്ലാം സഹിച്ചുകൊണ്ട് ഹൃദയത്തിൽ ഏറ്റുവാങ്ങി മുമ്പോട്ട് പോകുന്ന
മാതൃകയാണ് മാതാവ് എന്ന് പറയുന്നത്. നാം ബൈബിളിലേക്ക് നോക്കുമ്പോൾ ലൂക്കോസ് എവൻഗേലിയോസ് രക്ഷാസുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഗബ്രിയേൽ മാലാഹ ആ കന്യകയുടെ അടുത്തേക്ക് ചെന്നിട്ട് കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം എന്ന് പറയുന്ന ആ വേദഭാഗം, കൃപ ലഭിച്ചവളെ എന്നാണ് അവിടെ പറയുന്നത്, നിനക്ക് വന്ദനം എന്നാണ് പറയുന്നത്. പിന്നീടുള്ള കഥകളൊക്കെ നമുക്കറിയാം. കന്യമറിയാം ഈ ലോകരക്ഷിതാവിനെ തൻ്റെ ഗർഭത്തിൽ വഹിക്കുകയും അവൾ ആ ലോകരക്ഷകന്റെ മാതാവാകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ കണ്ടതായ നമ്മൾ ഇന്നലെ വരെ, അതായത് കഴിഞ്ഞ 15 ദിവസം നമ്മൾ കണ്ടതായ ആ സൂനോയോ നോമ്പ്, നമ്മൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി അതിൽ വിശ്വസിച്ച് നമ്മൾ അതിൽ ആ നോമ്പ് ആചരിച്ചുവെങ്കിൽ, ആ ദേവമാതാവിനെ നമ്മുടെ മധ്യസ്ഥതയായി നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ കണ്ടുവെങ്കിൽ, അവളുടെ മകൻ ഒരു കാരണവശാലും നമ്മളെ അനുഗ്രഹിക്കാതിരിക്കുകയില്ല. അവരുടെ മധ്യസ്ഥതയിൽ നമുക്ക് എവർക്കും അനുഗ്രഹം ഉണ്ടായവരാണ് കൂടുതലും. ആർക്കെങ്കിലും ഇതുവരെ അവളുടെ മധ്യസ്ഥതയിലൂടെ അനുഗ്രഹം പ്രാപിക്കില്ല എങ്കിൽ നിങ്ങൾ അവളിൽ അഭയം പ്രാപിച്ച് അവളുടെ മധ്യസ്ഥതയിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ ശ്രമിക്കണം. ബാക്കിയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ദിവസങ്ങൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആയതിനാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ അത് എന്ന് പറയുന്നത് അമ്മ ആണ്. ആ അമ്മയുടെ മനസ്സാണ്. അമ്മയില്ലാത്ത വീട് എന്ന് പറയുന്നത് നരകത്തിന് തുല്യമാണ്, യാതൊരു സംശയമില്ല. ആയതിനാൽ നാം ഓരോരുത്തരും ആ 15 നോമ്പിനെ ഈ പ്രാവശ്യമെങ്കിലും നല്ല രീതിയിൽ ആർക്കെങ്കിലും ആചരിക്കാൻ സാധിച്ചില്ല എങ്കിൽ, അടുത്ത വർഷം ദൈവം നമുക്ക് ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ ആ 15 നോമ്പ് വളരെ അനുഗ്രഹത്തോടുകൂടി നാം നോക്കുന്നുവെങ്കിൽ, ആ നോമ്പിൻ്റെ 2 ചിറകുകളായ ഉപവാസവും പ്രാർത്ഥനയും നമ്മൾ കഴിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈ അവസരത്തിൽ നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.